ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസം എൻ്റെ ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഒറ്റ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഐരാപുരത്തേക്കാണ്. അവിടെ എൻ്റെ വീട്ടിൽ പോകണം, അമ്പലത്തിൽ പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ നേരെ കാവിൽ പോയി പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ ഇട്ട് പുറത്തോട്ട് ഇറങ്ങി. അവിടെ കുറച്ച് നേരം കുറേ ആൾക്കാരൊക്കെ കണ്ടു. അവരുടെ അടുത്തൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് പട്ടിച്ചൊക്കെ കാണിച്ച് അവിടെ നിന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ തിരിച്ച് തൊട്ടപ്പുറത്ത് നമുക്ക് ആവപ്പുള്ളത്ത് അമ്പലമുണ്ട്, അവിടേക്കും കൂടെ പോകണം. അവിടെ പോയി വഴിപാടിടാനുണ്ട്, പ്രാർത്ഥിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് വഴിപാടൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ ഐരാപുരത്തെ വീട്ടിലോട്ട് പോകാം. അവിടെ അമ്മ ഇല്ല, അമ്മ വർക്കിന് പോയി. അച്ഛനും അമ്മും ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് പിന്നെ അനിയൻകുട്ടനും ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്മ വന്ന വരെ വെയിറ്റ് ചെയ്യണം. കുറച്ച് പണിയുണ്ട്. അപ്പോൾ നേരെ നമുക്കിനി വീട്ടിലോട്ട് പോയിട്ട് അവിടെ പോയിട്ട് കാണാം. ഓക്കെ. വിശന്ന് സീനായിട്ടാണ് വീട്ടിൽ ചെന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം ഞാനങ്ങനെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വിശക്കുണ്ടായിരുന്നു. അമ്പലത്തിൽ പോകുന്ന ടൈമിൽ നമ്മൾ ഫുഡൊന്നും കഴിക്കാറില്ല കേട്ടോ. പോയിട്ട് വന്നിട്ടാണ് കഴിക്കാറുള്ളൂ. അപ്പോൾ നല്ല വിശക്കുണ്ടായിരുന്നു. വന്ന വഴി കിട്ടിയത് പുട്ടും കുറച്ച് ചിക്കനുമാണ്. കുറച്ചേ ഉണ്ടായുള്ളൂ. അത് കിട്ടിയ വഴി വാരി അടിച്ചു. ആ സമയത്ത് വീഡിയോ എടുക്കാനുള്ള മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. വിശന്ന് കണ്ണ് കാണുമ്പോഴാണ് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പോയിട്ട് ചപ്പാത്തിയൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ അതൊക്കെ കഴിച്ചു. നിങ്ങളൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഫുൽക്ക പോലെ പൊങ്ങി വരാറുണ്ട് ഗൈസ്? ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുള്ളൂ. പിന്നെ കരിഞ്ഞു പോകണതുകൊണ്ട് ഞാൻ അത്ര വലിയ പരിപാടിക്ക് നിൽക്കാറില്ല. വേഗം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. രാവിലെ തന്നെ നല്ല വിശപ്പുണ്ട് ഗൈസ്. ഫുഡൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടെ താഴെ പറമ്പിൽ കാര്യമായിട്ട് എന്തോ പണിയെടുക്കുന്നുണ്ട്. പിന്നെ പണിയെടുക്കാനും വെയിൽ കൊള്ളാനും പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. ഇവിടെ ഇറകത്ത് തന്നെ നിന്ന് സൂം ചെയ്ത് വീഡിയോ എടുത്തു. പിന്നെ വെല്ലും അങ്ങോട്ട് പോയി നോക്കണ്ട കേട്ടോ എന്താ സംഭവം എന്നുള്ളത്. കുറച്ച് നേരം ആ പറമ്പിൽ കൂടെയൊക്കെ നടക്കണ്ടായി. ഞാനെങ്ങും പോയില്ല, ഭയങ്കര വെയിലല്ലേ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അരങ്ങേറ്റത്തിന് മുമ്പ് നമുക്ക് ദക്ഷിണ കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പോൾ മുതിർന്നവർക്ക് ദക്ഷിണ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതെൻ്റെ വല്യച്ഛനും വല്യമ്മയാണ്. ഇവർക്ക് രണ്ടുപേർക്കാണ് നമ്മൾ ദക്ഷിണ ആദ്യം കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ദക്ഷിണ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വലമ്പൂർ ചിറ്റേൻ്റെ വീട്ടിൽ പോയിട്ടോ. അവിടെ ചിറ്റയും കൊച്ചനൊക്കെ കാണാൻ വേണ്ടി പോയി. അവരുടെ അടുത്ത് പറയാനൊക്കെ പോയി. ഇതേ മിന്നുമൊക്കെ അവിടെ നിൽക്കേണ്ടത്. ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചക്കപ്പുഴുക്കും പിന്നെ എന്തായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറും കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചക്കപ്പുഴുക്ക് മാത്രമേ കഴിച്ചുള്ളൂ. വലിയ ചോറ് തിന്നൊന്നുമില്ലേ? ചോറൊന്നുമില്ല, ചക്കപ്പുഴുക്ക് മാത്രമേ തിന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചക്കപ്പുഴുക്ക് തന്നു. അവിടുത്തെ ചക്കപ്പുഴുക്കിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ചിറ്റ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇന്നേക്കൊരു പൊടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചക്കപ്പുഴുക്ക്. കുറേ നാളായി ഇങ്ങനത്തെ ചക്കപ്പുഴുക്ക് കഴിച്ചിട്ടുണ്ടായിട്ട്. അപ്പോൾ കുറച്ച് ചക്കപ്പുഴുക്ക് എടുത്തു, പിന്നെ കുറച്ച് ചിക്കൻ കറികൾ എടുത്തു, കഴിച്ചു. അന്തസ്. അവിടെ നിന്ന് ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കിളികുളത്തേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ അച്ചായിക്കും അതുപോലെ അമ്മച്ചിക്കും ദക്ഷിണ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ദക്ഷിണ കൊടുത്തു. സാധാരണ അച്ചായി നമ്മൾ ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ ആ വെറ്റിലേൻ്റെ സാധനം ഒടിച്ചു കൂത്തോട്ടോ. എന്നിട്ട് അതെന്താ ഒടിച്ചു കൂത്താന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ സെറ്റപ്പായിട്ട് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അമ്മച്ചി ഇതെൻ്റെ അമ്മേൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മയുടെ അമ്മയും അതുപോലെ അമ്മയുടെ അച്ഛനുമാണ്. അപ്പോൾ രണ്ടുപേർക്കും ദക്ഷിണ കൊടുക്കുകയാണ്. അമ്മച്ചി അച്ചായൻ്റെ കുറവ് നികത്താനായിട്ട് അമ്മച്ചി ആ സാധനം ഒടിച്ച് തലേ കുത്തി. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് തലേ കുത്തുന്നത്. അങ്ങനെ അവിടെ നിന്ന് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിൽ വന്നു. അച്ഛന് ദക്ഷിണ കൊടുത്തു. അച്ഛന് ദക്ഷിണ കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛനെ തലമുടി പിടിച്ച് വലിച്ച് മുടി പിടിച്ച് വലിച്ചു എണീച്ചു വന്നില്ല എന്ന് പറഞ്ഞ്. അമ്മയ്ക്കും ദക്ഷിണ കൊടുത്തു കേട്ടോ. അമ്മയ്ക്കും ദക്ഷിണ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. അമ്മക്ക് ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ദക്ഷിണ കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കറിയില്ല. അങ്ങനെ അവിടെ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ അങ്ങനെ അധികം എന്നല്ല, അങ്ങനെ ആർക്കും അവിടെ ദക്ഷിണ കൊടുക്കാനില്ല. ചിറ്റമാരുടെ അടുത്തും അതുപോലെ കൊച്ചന്മാരുടെ അടുത്തൊക്കെ നമ്മൾ പറഞ്ഞു. വീട്ടിലെ വല്യച്ഛൻ്റെ അടുക്ക് ദക്ഷിണ കൊടുത്തു, വീട്ടിൽ ദക്ഷിണ കൊടുത്തു. അച്ചായിക്കും അമ്മച്ചിക്കൊക്കെ ദക്ഷിണ കൊടുത്തു. അത്രയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്പലത്തിൽ പോയി. അത്രയായിരുന്നു മെയിനായിട്ടുള്ള പരിപാടി. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു രാത്രി ഒരു 7:45 8 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് 7 മണിയൊക്കെ ആയപ്പോഴത്തേനും തന്നെ പോന്നു. കാര്യം പിറ്റേ ദിവസം ജോലിക്ക് പോകാനുള്ളതുകൊണ്ട്. പിന്നെ അവിടെ നിന്ന് വന്നപ്പോൾ കുറച്ച് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
നല്ല പായസമായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനത് എടുത്തുകൊണ്ട് വന്നു. പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 പപ്പടം കാച്ചാമെന്ന് വിചാരിച്ചു. അങ്ങനെ പപ്പടം ഉണ്ടാക്കി. പിന്നെ വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് പഴവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇത് പഴം, പപ്പടം, പായസം കഴിക്കാം. ഇനി വെല്ലുവിന് ഇഷ്ടമല്ല കേട്ടോ ഈ സാധനം ഇങ്ങനെ കഴിക്കുന്നത്. വെല്ലുവിന് എന്ത് വരും? വരും. OCD വരും ഇങ്ങനെ കഴിക്കാം. ഇത് അമ്പലത്തിലെ പടച്ചോറെന്നൊക്കെ പറയില്ലേ, ആ സാധനമാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ അച്ചാർ അല്ലെങ്കിൽ തൈരൊക്കെ കൂട്ടി കഴിക്കണം, അല്ലെങ്കിൽ വെറുതെ കഴിക്കണം. ഇതും അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലൊരു കൂട്ടുപായസം കിട്ടും. ആ കൂട്ടുപായസം കൂട്ടി കഴിക്കണം. അപ്പം ഇന്ന് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പാലട പായസം ഉണ്ടല്ലോ, അതും കൂടെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. പക്ഷേ കൊള്ളായിരുന്നു. ആ ഒരു സാധനത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ആ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ അമ്മച്ചിയുടെ അടുത്ത് പറയും. നേരത്തെ ആൻറ്റി അമ്പലത്തിൽ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ ആൻറ്റി ഒരുപാട് കൊണ്ടുവരുമായിരുന്നു. ഞാനതൊക്കെ വാങ്ങിച്ചിങ്ങനെ കഴിക്കും. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മച്ചി ഒരു ദിവസം കൊണ്ടുവന്ന് കേട്ടത്. പപ്പടമൊക്കെ കൂട്ടി കുഴച്ചടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റ ബൈ ബൈ.